ചാലക്കുടി നഗരസഭയിൽ അംഗൻവാടി വർക്കർ ഇന്റർവ്യൂ നിയമവിരുദ്ധമാണെന്നാരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം നടത്തി. ചാലക്കുടി നഗരസഭയിലെ അംഗനവാടി വർക്കർ ഇന്റർവ്യൂ നിയമവിരുദ്ധമാണെന്നാരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. കൗൺസിൽ തീരുമാനപ്രകാരം രൂപീകരിക്കേണ്ട ഇന്റർവ്യൂ ബോർഡ് കൗൺസിൽ അറിയാതെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇന്റർവ്യൂ ബോർഡിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെ മുഴുവൻ അംഗങ്ങളും കോൺഗ്രസുകാരാണ്. കോൺഗ്രസ് നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇന്റർവ്യൂ നടത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും ജോലി നൽകാനായാണ് കൗൺസിൽ പോലും അറിയാതെ ഇന്റർവ്യൂ ബോർഡിൽ കോൺഗ്രസുകാരെ തിരികെ കയറ്റിയിരിക്കുന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. 220ഓളം പേര് ഇന്നിവിടെ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നുണ്ട്. ഈ പങ്കെടുക്കുന്നവര് അംഗനവാടി ടീച്ചർമാരെ തെരഞ്ഞെടുക്കുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ കമ്മിറ്റി രൂപീകരിച്ചെന്ന് പറഞ്ഞിട്ട് 5ഓളം പേര്, ചാലക്കുടിയിലെ എല്ലാവരും അറിയുന്ന 5ഓളം പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒന്ന് ചെയർമാനും വിളിച്ചു. അതായത് നമ്മുടെ കൗൺസിലിലെ തീരുമാനം അനുസരിച്ചായിരിക്കണം വരേണ്ടത്. ചെയർമാനെ ഞങ്ങൾ വിളിച്ചു. ചെയർമാൻ പറഞ്ഞു എനിക്കറിയില്ല, മുന്നുണ്ടായിരുന്ന ആളുകൾ എന്നെ ഇപ്പോൾ ഇരിക്കണമെന്ന് പറഞ്ഞു. അറിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അജണ്ട വന്നപ്പോൾ കമ്മിറ്റി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ കമ്മിറ്റി ഇവരെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി ജോണി പുല്ലൻ, അതുമാതിരി വെസ്റ്റ് ടൗൺ ബാങ്കിന്റെ പ്രസിഡന്റും മുൻ പ്രസിഡന്റും ആയിരുന്ന ഇട്ടു പൈനിക്കാട്, കോൺഗ്രസിന്റെ മുൻ കൗൺസിലേഴ്സായ 2 യുവതികൾ, അങ്ങനെ അവരെ മെമ്പർ. അത് പൊതുപ്രവർത്തകരെ വെക്കാൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾക്ക് ഇവരെ വെക്കുന്നതിന് തടസ്സമില്ല. ഇത് കൗൺസിലേഴ്സ് അറിയാതെ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ജനങ്ങൾ തെരഞ്ഞെടുത്ത 36 കൗൺസിലർമാരുണ്ട്. ഈ കൗൺസിലേഴ്സ് അറിയാതെ ചെയർമാനും കൂട്ടരും നടത്തുന്ന ഒരു അഭ്യാസമാണ്. സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും മാത്രം കൊടുക്കാനായിട്ടുള്ള ഒരു നിലപാടാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത്. അതായത് കോൺഗ്രസിൽ വന്നാൽ ഞങ്ങൾക്ക് അംഗനവാടി ടീച്ചറാകാം എന്നുള്ള ഒരൊറ്റ കാരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതിൽ ഞങ്ങൾ ആർക്കും എതിരല്ല, ഒരു ഇന്റർവ്യൂവിന് ഞങ്ങൾ എതിരല്ല. ഇത് തോന്നിയാസം നടക്കണം. ഇത് മാറ്റി പുതിയൊരു പൊതുപ്രവർത്തകരെ കണ്ടെത്തി മാത്രമേ ഇന്റർവ്യൂ നടത്താൻ പറ്റുള്ളൂ. ഇന്റർവ്യൂ നിയമവിരുദ്ധമാണ്. കൗൺസിൽ തീരുമാനപ്രകാരം ഇവിടെ ഉണ്ടാക്കേണ്ട കമ്മിറ്റി കൗൺസിൽ അറിയാണ്ട് നിയമവിരുദ്ധമായിട്ട് ഉണ്ടാക്കിയേക്കാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ചാലക്കുടി നഗരസഭ അതിർത്തിയിലില്ല 100-200ഓളം പേരാണ് ഇന്ന് നാളായിട്ട് ഇന്റർവ്യൂ വരുന്നത്. ആ ഇന്റർവ്യൂവിന്റെ ബോർഡിലുള്ള ഒരംഗം നിങ്ങൾ അറിയേണ്ടത് ചാലക്കുടിയിലെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, 2ാമത്തെ ആള് പടിഞ്ഞാറേച്ചാടിയിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ്, 3ാമത്തെ ആള് കോട്ടയിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ്. ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളെ മാത്രം വെച്ചിട്ട് യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാണ്ട് ഇന്നിവിടെ ഈ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തികച്ചും നിയമവിരുദ്ധമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നഗരസഭാ കൗൺസിൽ തീരുമാനം എടുത്തിട്ടാണ് ഇവരെ പേര് കൊടുത്തതെന്ന് പറയുന്നു. ഞങ്ങൾ മാത്രമല്ല, ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കൗൺസിലർമാർ മാത്രമല്ല, ഭരണകക്ഷിയിലെ ഭൂരിഭാഗം കൗൺസിലർമാരും ഈ സംഭവം അറിഞ്ഞിട്ടില്ല.